അപ്പോ നമ്മൾ ഇന്ന് സീഡ് ടെക്നോളജിയുടെ ക്ലാസ് ആണ് ഡീൽ ചെയ്യുന്നത്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സിലബസ് വെച്ച് നോക്കുമ്പോൾ ഇനി കുറച്ചധികം ആക്ടുകള്, അതുപോലെ ലോകള്, പിന്നെ കുറെ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ്, അതുപോലെ കുറച്ച് മെയിൻ ആയിട്ട് കുറച്ച് നിയമങ്ങൾ, അതായത് സീഡ് ഒരു വിത്ത് നമ്മൾ കാർഷിക ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു വിത്ത് ഉണ്ടാക്കി വിൽക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മൾ ഒരു വിത്ത് ഉപയോഗിക്കുന്ന സമയത്തോ നമ്മൾ കുറെ അധികം നിയമങ്ങളുണ്ട്. അതിന് നമുക്ക് തോന്നുന്നത് പോലെ വാങ്ങാനോ അല്ലെങ്കിൽ തോന്നുന്ന പോലെ വിൽക്കാനോ ഒന്നും പറ്റില്ല. സോ അതുമായിട്ട് റിലേറ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ആക്ടുകൾ, ഇത് പ്യുവർലി തിയറിയാണ്. കുറെ ഇയറുകൾ വരുന്നുണ്ട് ഇതിൽ, അതുപോലെ കുറെ ഏജൻസികൾ, കുറെ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ്, ദെൻ ഓർഗനൈസേഷൻസ്, അതുപോലെ അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എക്സാമിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻ ആണ്. പിന്നെ മെയിൻ ആയിട്ട് സീഡ് ആക്ട് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ഈ ഒരു സീഡ് ടെക്നോളജി ആയിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആക്ട് ആണ് ഇന്ത്യയിലുള്ളത്, സീഡ് ആക്ട് എന്ന് പറയുന്നത്. സോ സീഡ് ആക്ട്, അതുപോലെ അതിന്റെ എൻഫോഴ്സ്മെന്റ്, ഈ സീഡ് ആക്ട് കഴിഞ്ഞ് അതിന്റെ താഴെ വരുന്ന കുറച്ച് സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ്, ആ ഒരു സീഡ് ആക്ട് പ്രകാരം നിലവിൽ വന്നിട്ടുള്ള കുറച്ച് സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് ആണ് സെൻട്രൽ സീഡ് കമ്മിറ്റി, സെൻട്രൽ സീഡ് സർട്ടിഫിക്കേഷൻ ബോർഡ്, സ്റ്റേറ്റ് സീഡ് സർട്ടിഫിക്കേഷൻ ഏജൻസി, സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് സീഡ് ടെസ്റ്റിംഗ് ലബോറട്ടറീസ്, ഇത്രയും. ദെൻ സീഡ് സർട്ടിഫിക്കേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു, എന്നാലും അതിന്റെ കുറച്ച് കാര്യങ്ങളും കൂടി. ദെൻ സീഡ് കൺട്രോൾ ഓർഡർ, ഒരു ഓർഡർ ഇറങ്ങിയത്. ദെൻ സീഡ് ബില്ല് 2004, ദെൻ ഒരു ന്യൂ സീഡ് പോളിസി എന്ന് പറയുന്നതുണ്ട്. സോ ഇത്രയും കാര്യങ്ങൾ മെയിൻ ആയിട്ട് ഇന്ന് കംപ്ലീറ്റ്ലി ഒരു തിയറി പോർഷൻ ആണ്. സോ ശ്രദ്ധിച്ചിരിക്കുക. ഫസ്റ്റ് സീഡ് ആക്ട്, നമുക്ക് സീഡ് ടെക്നോളജി ആയിട്ട് റിലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആക്ട് ആണ് ഇന്ത്യയിലുള്ളത്, സീഡ് ആക്ട്. അതിന്റെ ഇയർ 1966, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് അണ്ടർലൈൻ ചെയ്ത് തന്നെ ഓർത്തിരിക്കുക. സോ ഇന്ത്യയിൽ സീഡ് ആക്ട് എക്സാക്ട് ചെയ്തത് 1966 ബട്ട് ഇറ്റ് കം ഇൻ ഫോഴ്സ് സിൻസ് October 2, 1969. സോ സീഡ് ആക്ട് നിലവിൽ വന്നത് എന്നാണെന്ന് ചോദിച്ചാൽ 1966, പക്ഷെ അത് പ്രാബല്യത്തിൽ വന്നത്, അതായത് നടപ്പാക്കി തുടങ്ങിയത്, കം ഇൻ ഫോഴ്സ് എന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് October 2, 1969 എല്ലാ സ്റ്റേറ്റുകളിലും, ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റിലും അതിന് എക്സെപ്ഷൻ ഇല്ല. ഈ സീഡ് ആക്ട് എല്ലാ സ്റ്റേറ്റുകളിലും, അതുപോലെ തന്നെ മൈനർ ആയിട്ടുള്ള ടെറിട്ടറീസിലും എല്ലായിടത്തും എന്താണ്, ബാധകമാണ് ഈ ഒരു സീഡ് ആക്ട് എന്ന് പറയുന്നത്. സോ സീഡ് ആക്ട് പാസ്സായത് 1966 കെയിം ഇൻ ഫോഴ്സ്, അതായത് അത് പ്രാബല്യത്തിൽ വന്നത് October 2, 1969. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ദെൻ നമ്മൾ പറഞ്ഞു എക്സ്റ്റെൻഡ് ടു ദ ഹോൾ ഇന്ത്യ, അതായത് ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റിലും ഇതിൽ ഒരു എക്സെപ്ഷനും ഇല്ല, എല്ലാ സ്റ്റേറ്റിലും ഇത് ബാധകമാണ്. ആ ഒരു ലോയിൽ 25 സെക്ഷൻസ് ആണ് പറയുന്നത്. അപ്പൊ നമ്മളൊരു 2 സെക്ഷൻസ് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെക്ഷൻ 5 ഓഫ് സീഡ് ആക്ടിൽ എന്താണ് പറയുന്നത്, അതുപോലെ തന്നെ സെക്ഷൻ 8 നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള ഇമ്പോർട്ടന്റ് സെക്ഷൻസ് ഡീൽ ചെയ്യുന്ന സമയത്ത് ഞാൻ ചോദിക്കും, അപ്പൊ എനിക്ക് പറഞ്ഞു തന്നെ ഈ 5 ഉം 8 ഒക്കെ എന്തായിരുന്നു എന്നുള്ളത്. സോ ടോട്ടൽ 25 സെക്ഷൻസ് ആണ് സീഡ് ആക്ടിനുള്ളത്. എന്താണ് മെയിൻ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്? ഒരു സീഡ് ആക്ട് അല്ലെങ്കിൽ ഒരു എന്താ പറയാ, ഇതിനു വേണ്ടിയിട്ട് ഒരു നിയമം വേണം എന്നുണ്ടെങ്കിൽ അതിന്റെ ഒബ്ജക്റ്റ് എന്താണെന്നുള്ളതാണ്. ഈ സീഡ് ആക്ടിന്റെ ഒബ്ജക്റ്റ് എന്താന്ന് വെച്ചാൽ റെഗുലേറ്റ് ദ ക്വാളിറ്റി ഓഫ് സർട്ടൻ നോട്ടിഫൈഡ് വെറൈറ്റീസ് ഓഫ് സീഡ്സ് ഫോർ സെയിൽ ആൻഡ് ഫോർ മാറ്റേഴ്സ് കണക്റ്റഡ് ദർ വിത്ത്. അതായത് നമ്മൾ കുറച്ച് സീഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഏതാണ് ആ സർട്ടൻ സീഡ്സ്, സർട്ടൻ നോട്ടിഫൈഡ് വെറൈറ്റീസ് ഓഫ് സീഡ്സ്? നമ്മൾ പറഞ്ഞു. ഏതായിരുന്നു ആ സെക്ഷൻ? ആരെങ്കിലും ഒന്ന് പറയോ? ചാറ്റ് ബോക്സ് എനിക്ക് കാണാൻ പറ്റില്ല. വോയിസ് ആരെങ്കിലും ഒന്ന് മൈക്ക് ഓൺ ആക്കിയിട്ട്. നോട്ടിഫൈഡ് വെറൈറ്റീസ് ഓഫ് സീഡ്സിനെ കുറിച്ച് പറയുന്ന സെക്ഷൻ ഏതായിരുന്നു? അപ്പൊ നമ്മുടെ സീഡ് ആക്ടിനകത്ത് സെക്ഷൻ 5 എന്ത് പറയുന്നത്? നോട്ടിഫൈഡ് വെറൈറ്റീസ് ഓഫ് സീഡ്സ്. ഏതൊക്കെയാ? കുറച്ചധികം പ്ലാന്റ്സ് അല്ലെങ്കിൽ ക്രോപ്സിനെ പറയുന്നുണ്ട്, അവരുടെ സീഡ്സിനെ കുറിച്ചിട്ട്. അപ്പൊ അവരുടെ സീഡ്സിന്റെ ക്വാളിറ്റിയെ റെഗുലേറ്റ് ചെയ്യുക. അത് സെയിൽ ചെയ്യുന്നതാണെങ്കിലും അതല്ല വേറെ അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെയും റെഗുലേറ്റ് ചെയ്യുക. ആക്ച്വലി ക്വാളിറ്റിയാണ്, സീഡിന്റെ ക്വാളിറ്റിനെ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് മെയിൻ ആയിട്ടും സീഡ് ആക്ടിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. സോ ഒബ്ജക്റ്റ് എന്താണ് പറയുന്നത്? റെഗുലേറ്റ് ദ ക്വാളിറ്റി ഓഫ് സർട്ടൻ നോട്ടിഫൈഡ് വെറൈറ്റീസ് ഓഫ് സീഡ്സ് ഫോർ സെയിൽ. അതായത് നമ്മൾ സെക്ഷൻ 5 പറയുന്ന കുറച്ചധികം സീഡ്സ് ഉണ്ട്, ഒരു കാറ്റഗറീസ് ഓഫ് സീഡ്സ്. അവരുടെ ക്വാളിറ്റിനെ റെഗുലേറ്റ് ചെയ്യുക, അതായത് അവരുടെ സെയിലിന്റെ കാര്യമാണെങ്കിലും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആ സീഡ്സുമായി ബന്ധപ്പെട്ട വേറെ എല്ലാ കാര്യങ്ങളുടെയും റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ആക്ടിന്റെ എയിം എന്ന് പറയുന്നത്. ദെൻ ഈ ആക്ടിന്റെ കീഴിൽ തന്നെ ഒരു റൂള് കൂടെ വന്നിട്ടുണ്ട്, സീഡ്സ് റൂൾ എന്നാണ് പറയുന്നത്. അതെന്നാണ്? സെപ്റ്റംബർ 1968 അത് നോട്ടിഫൈ ചെയ്തത്. സീഡ് ആക്ടിന്റെ കീഴിൽ വന്നിട്ടുള്ള ഒരു റൂളാണ് സീഡ് റൂൾ എന്ന് പറയുന്നത്. ആൻഡ് അത് നോട്ടിഫൈ ചെയ്തത് 1968 സെപ്റ്റംബറിലാണ്. ഓക്കെ, 1966 സീഡ് ആക്ട്. അതന്നെ കം ഇൻ ഫോഴ്സ് അല്ലെങ്കിൽ പ്രാബല്യത്തിൽ വന്നത് 1969. ഈ റൂൾ ആക്ടിന്റെ കീഴിൽ ഒരു സീഡ് റൂള് വന്നിട്ടുണ്ട്.
ദാറ്റ് വാസ് ഇൻ 1968 സെപ്റ്റംബർ. ആൻഡ് ഓൾസോ മറ്റൊരു ഇയറും കൂടി ഈ ഒരു ആക്ട് നമുക്കറിയാം, എന്തെങ്കിലുമൊക്കെ ഒരു നിയമങ്ങളൊക്കെ വരുന്ന സമയത്ത് പിന്നെ കുറെ വർഷങ്ങൾ കഴിയുമ്പോൾ അതിന് കുറെ അമെന്റ്മെന്റ്സ് വരും. അതായത് അതിൽ കുറച്ച് തിരുത്തലുകൾ അല്ലെങ്കിൽ കുറച്ച് കൂട്ടിച്ചേർക്കലുകൾ അല്ലെങ്കിൽ അതിന്റെ കുറച്ച് ഡിഫറൻസ് ഒക്കെ അതിൽ വരുത്തിയിട്ട് അമെന്റ്മെന്റ് ചെയ്യാന്ന് പറയും. സോ ഈ സീഡ് ആക്ടിൽ ചെറിയ അമെന്റ്മെന്റ്സ് വന്നത് സെപ്റ്റംബർ 1972 അതായത് ഒരു 6 years കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, അതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് സീഡ്സ് അമെന്റ്മെന്റ് ആക്ട് 1972 എന്ന പേരിലാണ് പിന്നെ സീഡ് ആക്ട് വന്നത്. അതായത് ചെറിയ അമെന്റ്മെന്റ്സ്, ചെറിയ തിരുത്തലുകൾ അല്ലെങ്കിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ട് ദ സീഡ് അമെന്റ്മെന്റ് ആക്ട് 1972 ആണ് വന്നത്. എന്നിരുന്നാലും നമുക്ക് സീഡ് ആക്ട് 1966 ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട്. നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ എപ്പോഴും നമുക്ക് സീഡ് ആക്ട് ആണ് ചോദിക്കുന്നത്. ആക്ച്വലി അത് എന്താ കമ്മിങ് ഫോഴ്സ് ഏത് വർഷാന്നുള്ളതിനേക്കാൾ കൂടുതലും ഫസ്റ്റ് നമുക്ക് ആ ഒരു 1966 എന്നുള്ള ഇയർ ആണ് ഏറ്റവും ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. സോ സീഡ് ആക്ടുമായി ബന്ധപ്പെട്ട് ഫസ്റ്റ് അത് 1966 വന്നത്. ബട്ട് ഇൻ കമ്മിങ് ഫോഴ്സ് 1969 25 സെക്ഷൻസ് ആണ്. അത് ക്വാളിറ്റി, സീഡിന്റെ ക്വാളിറ്റി റെഗുലേഷൻ ആണ് അതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അതിന്റെ കീഴിൽ ആഫ്റ്റർ കുറച്ച് അമെന്റ്മെന്റ്സ് വന്നതിന് ശേഷം ഒരു സീഡ്സ് അമെന്റ്മെന്റ് ആക്ട് ആയിട്ട് വന്നത് ഇറ്റ് വാസ് ഇൻ 1972. ഇത്രയും പോയിന്റ്സ് നോട്ട് ചെയ്യുക. അതിൽ 1966 എന്ന് പറയുന്ന ഇയർ മറക്കാതിരിക്കുക. ദെൻ സീഡ് ആക്ടിന്റെ തന്നെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഇതിന്റെ ആക്ച്വലി ഇത് എന്താണ് എയിം ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു, റെഗുലേറ്റിംഗ് ദ ക്വാളിറ്റി ഓഫ് സീഡ് ആണ്, സോൾഡ് ഫോർ അഗ്രികൾച്ചർ പർപ്പസ്. അതായത് നമ്മൾ കാർഷിക ആവശ്യത്തിന് വേണ്ടി വിൽക്കുമ്പോൾ, വിത്തുകൾ വിൽക്കുന്ന സമയത്ത് അങ്ങനെ നമുക്ക് തോന്നിയതുപോലെയുള്ള ക്വാളിറ്റി ഇല്ലാത്ത സീഡ്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമുക്ക് കേടുവന്ന സീഡ്സോ ഡാമേജ്ഡ് ആയതോ ഡിസീസ്ഡ് ആയതോ അങ്ങനെ ഒന്നും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ല. അവരുടെ ക്വാളിറ്റി ഏറ്റവും അധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സോ ആ ക്വാളിറ്റിയെ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഈ സീഡ് ആക്ടിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എയിം. അപ്പൊ ഈ ഒരു അക്കോർഡിംഗ് ടു സീഡ് ആക്ട് നമ്മൾ പറഞ്ഞു സർട്ടിഫിക്കേഷൻ വോളണ്ടറി ആണെന്ന് പറഞ്ഞു, നിർബന്ധമല്ല എന്ന് പറഞ്ഞു. ബട്ട് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. വാട്ട് ഈസ് ദാറ്റ്? കമ്പൽസറി ആണ് ലേബലിംഗ്. സോ അക്കോർഡിംഗ് ടു സീഡ് ആക്ട് ലേബലിംഗ് എന്ന് പറയുന്നത് കമ്പൽസറി ആണ്. ബട്ട് ആ സീഡിനെ സർട്ടിഫൈ ചെയ്യാനുള്ളത് എന്താണ്? വോളണ്ടറി ആണ്. നമുക്ക് വേണമെങ്കിൽ സർട്ടിഫിക്കേഷൻ കൊടുത്താൽ മതി. പക്ഷെ ആ ലേബല് നമ്മൾ ആ ഒരു ഒരു സീഡ് ലോട്ട് നമ്മൾ വിൽക്കുന്ന സമയത്ത്, സോൾഡ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ആ ഒരു കണ്ടെയ്നറും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ലേബൽ ചെയ്ത് അതിന്റെ ജെർമിനേഷൻ പെർസെന്റേജ്, അതിന്റെ പ്യൂരിറ്റി എത്രയാണ്, ഫിസിക്കൽ പ്യൂരിറ്റി എത്രയാണ്, ദെൻ ജനറ്റിക് പ്യൂരിറ്റി എത്രയാണ്, ഇതെല്ലാം ലേബൽ ചെയ്യൽ എന്താണ്? കമ്പൽസറി ആണ്. ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. കാരണം അക്കോർഡിംഗ് ടു സീഡ് ആക്ട് സർട്ടിഫിക്കേഷൻ ഈസ് ഡാഷ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അഗ്രി റിലേറ്റഡ് എക്സാം അല്ല, അഗ്രിയും ഫുഡ് ടെക്നോളജിയും കൂടി വരുന്ന ഒരു ക്വാളിറ്റി അഷുറൻസിന്റെ ഒരു എക്സാം ഉണ്ടായിരുന്നു. സോ അതിനകത്തൊരു സെന്റൻസ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. അക്കോർഡിംഗ് ടു സീഡ് ആക്ട് 1966 സർട്ടിഫിക്കേഷൻ ഈസ് ഡാഷ്, അതായത് വോളണ്ടറി, കമ്പൽസറി എന്നൊക്കെ ആയിരുന്നു അതിന്റെ ഓപ്ഷൻസ് കൊടുത്തിരുന്നത്. സോ സീഡ് ആക്ട് പ്രകാരം സർട്ടിഫിക്കേഷൻ വോളണ്ടറി ആണ്, നമുക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. ബട്ട് ലേബലിംഗ് ഈസ് കമ്പൽസറി. സോ നമ്മൾ കമ്പൽസറി ആണ് ലേബലിംഗ് എന്ന് പറഞ്ഞു. അപ്പൊ എന്തൊക്കെയാണ് അതിന് വേണ്ടത്? അതായത് ജെർമിനേഷൻ പ്യൂരിറ്റി, ഒരു പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റ് ഉണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒരു സർട്ടിഫൈഡ് സീഡ് ആണെങ്കിൽ അതിന് ഇത്ര പെർസെന്റേജ് പ്യൂരിറ്റി വേണം, ഇത്ര ജെർമിനേഷൻ പെർസെന്റേജ് വേണം. പിന്നെ ഓരോ ക്രോപ്പിനും നമ്മൾ പറഞ്ഞു, ഇപ്പൊ ഒരു കോപ്പി ആണെങ്കിൽ എത്ര പെർസെന്റേജ് ജെർമിനേഷൻ വേണം, ഇത്ര പെർസെന്റേജ് പ്യൂർ ആയിരിക്കണം. റൈസിന്റെ സീഡ്സിൽ നമ്മൾ പറഞ്ഞു 1 കിലോ എടുക്കുകയാണെങ്കിൽ 20 ഒക്കെ മാക്സിമം വീടിന്റെ സീഡ് പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു. സോ ഒരു പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റ് ഉണ്ട് ഈ എല്ലാ കാര്യങ്ങൾക്കും, ജെർമിനേഷനും ഫിസിക്കൽ പ്യൂരിറ്റിക്കും ജനറ്റിക് പ്യൂരിറ്റിക്കും ഒക്കെ ഒരു പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റ് ഉണ്ട്. ആ പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റ് ഇതിനകത്ത് ഉണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ അത് റീച്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞത് ലേബലിംഗ് കമ്പൽസറി ആണ്. ആൻഡ് ഓൾസോ അതിന്റെ കണ്ടെയ്നർ ലേബൽ ചെയ്തിരിക്കണം. അതിനും ഒരു പ്രിസ്ക്രൈബ് ആയിട്ടുള്ള മാനർ ഉണ്ട്. അതുപോലെ തന്നെ ആ കണ്ടെയ്നർ ലേബൽ ചെയ്തിരിക്കണം. അതുപോലെ ഈ ലേബൽ ട്രൂലി റെപ്രസെന്റ് ദ ക്വാളിറ്റി സീഡ് ഇൻ ദി കണ്ടെയ്നർ. ആ ലേബലിൽ പറയുന്ന എല്ലാ ക്വാളിറ്റീസും അതിനകത്തുള്ള സീഡ്സ് അറ്റൈൻ ചെയ്യുന്നതും ആയിരിക്കണം. സോ ഇത്രയും കാര്യങ്ങൾ നോക്കിയിട്ട് ലേബലിംഗ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് നമ്മൾ കമ്പൽസറി ആയിട്ട് ചെയ്തിരിക്കണം. ആ ലേബലിൽ ഈ സീഡിന്റെ എല്ലാ ക്വാളിറ്റീസും നമ്മൾ മെൻഷൻ ചെയ്യണം. അതുപോലെ തന്നെ കണ്ടെയ്നർ നമ്മൾ സീൽ ചെയ്യണം. ആൻഡ് നമ്മൾ ആ ലേബലിൽ കൊടുത്ത എല്ലാ കാര്യങ്ങളും എന്ത് വേണം? ഈ സീഡ്സ് അറ്റൈൻ ചെയ്യുകയും വേണം. സോ അക്കോർഡിംഗ് ടു സീഡ് ആക്ട് ലേബലിംഗ് ഈസ് കമ്പൽസറി ആണ്. ആൻഡ് സർട്ടിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു വോളണ്ടറി ആണെന്ന് പറഞ്ഞു. അത് നമുക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. സോ സീഡ് ആക്ടിൽ പറയുന്ന 2 ഇമ്പോർട്ടന്റ് കാര്യങ്ങളാണ് ലേബലിംഗും സർട്ടിഫിക്കേഷനും. സർട്ടിഫിക്കേഷൻ ഈസ് വോളണ്ടറി ബട്ട് ലേബലിംഗ് ഈസ് കമ്പൽസറി. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് സെക്ഷൻസ് ഓഫ് സീഡ് ആക്ട് എന്ന് പറഞ്ഞു.
അപ്പൊ ഏതൊക്കെയായിരുന്നു സെക്ഷൻ 8 എന്തായിരുന്നു? നമ്മൾ സെക്ഷൻ 8 ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സീഡ് സർട്ടിഫിക്കേഷൻ ഏജൻസി അവരുടെ റൂൾസ് അല്ലെങ്കിൽ അവരുടെ റോൾ എന്താണ്, അവരുടെ ജൂറിസ്ഡിക്ഷനിൽ വരുന്ന എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളാണ് സെക്ഷൻ 8 പറഞ്ഞത്. സെക്ഷൻ 5 ഒരു കൂട്ടം വെറൈറ്റീസ്, നോട്ടിഫൈഡ് ആയിട്ടുള്ള വെറൈറ്റീസ് അവരുടെ ഏതൊക്കെയാണെന്നുള്ള ലിസ്റ്റ് ആയിരുന്നു സെക്ഷൻ 5 ഉണ്ടായിരുന്നത്. അത് കൂടാതെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻസും കൂടി ഉണ്ട്. ഇതിൽ 1-2 സെക്ഷനൊക്കെ സെന്റൻസ് ടൈപ്പ് ക്വസ്റ്റ്യനിൽ കണ്ടു. അതുകൊണ്ട് തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് സെക്ഷൻസ് മാത്രം നമ്മൾ ഇവിടെ ഡീൽ ചെയ്യാണ്. അപ്പോ ഫസ്റ്റ് സെക്ഷൻ 3-ലാണ് എന്ത് പറയുന്നത്, നമ്മൾ പറഞ്ഞു കുറെ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് ഈ ഒരു സീഡ് ആക്ടിന്റെ ഭാഗമായിട്ട് ഉണ്ടായി എന്ന് പറഞ്ഞു. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് സെൻട്രൽ സീഡ് കമ്മിറ്റി എന്ന് പറയുന്നത്, സെൻട്രൽ സീഡ് കമ്മിറ്റി CSC എന്ന് പറയും. ഈ സെൻട്രൽ സീഡ് കമ്മിറ്റി അതുപോലെ അതിന്റെ സബ് കമ്മിറ്റീസും അതിന്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഏതാണ് സെക്ഷൻ 3 ഓഫ് സീഡ് ആക്ട് ആണ്. ദെൻ സെക്ഷൻ 5 നമ്മൾ പറഞ്ഞു ന്യൂ വെറൈറ്റീസ് ഇവോൾവ്ഡ് ബൈ സ്റ്റേറ്റ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റീസ് അതുപോലെ ICAR-ന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട്സും ഒക്കെ റിലീസ് ചെയ്യുന്ന പുതിയ വെറൈറ്റീസ് ആർ നോട്ടിഫൈ ചെയ്യുന്നത് ഏതിലാണ്? സെക്ഷൻ 5 ഓഫ് സീഡ് ആക്ടിലാണ്. ഓൾറെഡി സീഡ് ആക്ടിൽ കുറെ കാറ്റഗറീസ് ഓഫ് പ്ലാന്റ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവരുടെ പുതിയതായിട്ട് റിലീസ് ചെയ്യുന്ന വെറൈറ്റീസിനെ ഒക്കെ ആഡ് ചെയ്യുന്നത് എവിടെയാണ്? സെക്ഷൻ 5 ഓഫ് സീഡ് ആക്ടിലാണ്. ദെൻ നമ്മൾ പറഞ്ഞു സീഡ് സർട്ടിഫിക്കേഷൻ ഏജൻസി അവരുടെ റോള് അവരുടെ കാര്യങ്ങളെല്ലാം വരുന്നത് സെക്ഷൻ 8 ദെൻ സെക്ഷൻ 6 ഉണ്ട്. സെക്ഷൻ 6 എന്ത് പറയുന്നത്? നമ്മൾ പറഞ്ഞു ഒരു സീഡിന്റെ ക്വാളിറ്റി എന്ന് പറയുന്ന കുറെ പാരാമീറ്റേഴ്സ് പറഞ്ഞു. അപ്പൊ ആ പാരാമീറ്റേഴ്സിന്റെ ഒക്കെ മിനിമം ലിമിറ്റ് എത്രയാണ് വേണ്ടത് എന്നുള്ളത് സ്പെസിഫൈ ചെയ്തിട്ടുള്ളത് സീഡ് ആക്ടിന്റെ സെക്ഷൻ 6 ജെർമിനേഷൻ പെർസെന്റേജ്, ഫിസിക്കൽ പ്യൂരിറ്റി, ജനറ്റിക് പ്യൂരിറ്റി, ഇതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും, അതുപോലെ ലേബലിംഗ്, ഇതിനെ കുറിച്ചെല്ലാം പറയുന്നത് എവിടെയാണ്? സെക്ഷൻ 6 ഓഫ് സീഡ് ആക്ടിലാണ്. സോ സെക്ഷൻ 3 സെൻട്രൽ സീഡ് കമ്മിറ്റിനെ കുറിച്ച് പറയുന്നത്. സെക്ഷൻ 5 നമ്മൾ ന്യൂ വെറൈറ്റീസ് ഒക്കെ വരുമ്പോൾ സ്റ്റേറ്റ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിന്നും ICAR-ന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നൊക്കെ റിലീസ് ചെയ്യുന്ന പുതിയ വെറൈറ്റീസിനെ എല്ലാം നോട്ടിഫൈ ചെയ്യുന്നത് സെക്ഷൻ 5 സീഡ് സർട്ടിഫിക്കേഷൻ ഏജൻസി അവരുടെ കാര്യങ്ങളെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 8 ദെൻ സെക്ഷൻ 6 നമ്മുടെ ജെർമിനേഷൻ അതുപോലെ സീഡിന്റെ ക്വാളിറ്റി മെഷർമെന്റ്സ് എല്ലാം പറയുന്നത് സെക്ഷൻ 6 ദെൻ സെയില് ഈ സീഡ്സിന്റെ നമ്മുടെ നോട്ടിഫൈഡ് കൈൻഡ് ഓഫ് വെറൈറ്റീസ് എന്ന് പറഞ്ഞു. നമ്മുടെ സെക്ഷൻ 5 പറയുന്ന സീഡ്സിന്റെ എല്ലാം അല്ലെങ്കിൽ ആ പ്ലാന്റ്സിന്റെ വെറൈറ്റീസിന്റെ ഒക്കെ സെയില് അവർക്ക് സെയിൽ ചെയ്യുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അതിന്റെ എല്ലാ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും പറയുന്നത് ഇതിലാണ് സെക്ഷൻ 7 ഈ സീഡിന്റെ സെയിലിനെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 7 ദെൻ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോസ്റ്റുകൾ ഉണ്ട്. സീഡ് അനലിസ്റ്റ്, സീഡ് ഇൻസ്പെക്ടർ എന്നൊക്കെ പറയുന്നത്. സീഡ് ഇൻസ്പെക്ടറിൻ്റെത് ഒരു സെക്ഷൻ ഏതാണെന്നുള്ളത് ഒരു സെന്റൻസ് ടൈപ്പ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ട്. സോ സെക്ഷൻ 13 സീഡ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ്, അതായത് അവരുടെ എന്തൊക്കെയാണ് ജൂറിസ്ഡിക്ഷനിൽ വരുന്നത്, സീഡ് ലോയുടെ എൻഫോഴ്സ്മെന്റ്, അതായത് ഇവർ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോസ്റ്റാണ് ഈ സീഡ് ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. ഇവർക്ക് ഭയങ്കരമായിട്ടുള്ള പവർ ഉണ്ട്. അതായത് സീഡ് സോൾഡ് ചെയ്യുന്ന ഏത് സ്ഥലത്ത് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും കയറി ചെന്ന് പരിശോധിക്കാനും അവിടുന്ന് സാമ്പിൾസ് എടുത്തിട്ട് അതിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി അയക്കാനും, ഇനി അവർ ക്വാളിറ്റി മീറ്റ് ചെയ്യാത്തൊരു സ്ഥലത്താണ് സീഡ് വിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ സീഡ്സ് ആ ക്വാളിറ്റി അറ്റൈൻ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് ആ സെയിൽ സ്റ്റോപ്പ് ചെയ്യാനൊക്കെ പവറുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോസ്റ്റാണ് സീഡ് ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. സോ സീഡ് ഇൻസ്പെക്ടർ അദ്ദേഹത്തിന്റെ റോള് അദ്ദേഹത്തിന്റെ കാര്യങ്ങളെല്ലാം കുറിച്ച് പറയുന്നത് സെക്ഷൻ 13 ഞാൻ സീഡ് അനലിസ്റ്റ് എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ അതിന്റെ ഈ ക്വാളിറ്റി മെഷർമെന്റ് ഒക്കെ ചെക്ക് ചെയ്യുന്ന ആളാണ് സീഡ് അനലിസ്റ്റ് എന്ന് പറയുന്നത്. അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 12 അവരുടെ ആ ഒരു സീഡ് അനലിസ്റ്റ് അവരുടെ റോള് അവർക്ക് എന്തൊക്കെയാണ് പവറുകൾ അതൊക്കെ പറയുന്നത് സെക്ഷൻ 12 സീഡ് ഇൻസ്പെക്ടർ സെക്ഷൻ 13. ആൻഡ് ഓൾസോ ഫൈനലി നമ്മൾ ഇപ്പോൾ പറഞ്ഞു ഒരു ആക്ട് ആവുമ്പോൾ അത് വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് അത് അനുസരിക്കാത്ത വിധത്തിൽ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമുക്കറിയാം പണിഷ്മെന്റ് ഉണ്ടാവും. സോ അത്തരം കാര്യങ്ങളെ കുറിച്ചിട്ട് ആ പണിഷ്മെന്റ് പെനാൽറ്റീസ് അതിനെ കുറിച്ചൊക്കെ പറയുന്നത് സെക്ഷൻ 19 സോ ഇത്രയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് സെക്ഷൻസ് ആണ് സീഡ് ആക്ടില്. സോ നമ്മൾ പറഞ്ഞു സെൻട്രൽ സീഡ് കമ്മിറ്റീനെ കുറിച്ചിട്ട് അതുപോലെ അതിന്റെ സബ് കമ്മിറ്റീസിനെ കുറിച്ചൊക്കെ പറയുന്നത് സെക്ഷൻ 3. ദെൻ നമ്മുടെ നോട്ടിഫൈഡ് വെറൈറ്റീസിനെ കുറിച്ചിട്ട് പറയുന്നത് സെക്ഷൻ 5, സീഡ് സർട്ടിഫിക്കേഷൻ ഏജൻസി സെക്ഷൻ 8 ദെൻ നമ്മുടെ സീഡിന്റെ ക്വാളിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണ്, അതിന്റെ ലിമിറ്റ് ഓരോ ക്രോപ്പിന് എത്രയൊക്കെയാണ് എന്നുള്ളതൊക്കെ പറയുന്നത് സെക്ഷൻ 6 ഓൾസോ സെക്ഷൻ 7 എന്ത് സെയില്. ഇപ്പൊ നമുക്ക് പ്രൊഡക്ഷൻ മാത്രമല്ല നമുക്ക് ഈ സീഡിന്റെ ഒക്കെ സെയില് വരുന്ന സമയത്ത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്നത് സെക്ഷൻ 7 ഓഫ് സീഡ് ആക്ടിലാണ്. സീഡ് അനലിസ്റ്റിന്റെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 12 സീഡ് ഇൻസ്പെക്ടറെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത് സെക്ഷൻ 13 ഫൈനലി നമ്മുടെ പെനാൽറ്റീസ് ആൻഡ് പണിഷ്മെന്റ്സ് നമ്മൾ ഈ സീഡ് ആക്ട് വയലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഈ സീഡ് ഇൻസ്പെക്ടർ വന്നിട്ട്
അവർക്ക് എപ്പോ വേണമെങ്കിലും കയറിയിട്ട് നമ്മൾ ഒരു വിത്ത് വിൽക്കുന്ന ഒരു സ്ഥലമാണെങ്കിൽ അവിടെ കയറിയിട്ട് സാമ്പിൾസ് എടുക്കുക. അപ്പൊ അവരുടെ ജോലിനെ നമ്മൾ തടസ്സപ്പെടുത്തി അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും അതിന് പണിഷ്മെന്റ്സും പെനാൽറ്റീസും ഒക്കെ ഉണ്ട്. സോ അതിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് സെക്ഷൻ 19 ഓഫ് ദി ആക്ട് ആണ്. സോ ഇത്രയാണ് എന്ത് സീഡ് ആക്ടിനെ കുറിച്ചിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഇതിനകത്ത് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇയറുകൾ ഉണ്ട്. അതുപോലെ ഈ ലേബലിങ്ങും സർട്ടിഫിക്കേഷനെ കുറിച്ച് ഓർത്തിരിക്കുക. ആൻഡ് ഓൾസോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് സെക്ഷൻസ്. നമ്മളിപ്പോ സീഡ് ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞു. സീഡ് ഇൻസ്പെക്ടർ ഞാൻ പറഞ്ഞു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് ആണ്. അദ്ദേഹത്തിന് എന്താണ് നമ്മുടെ ഈ സീഡ് ക്വാളിറ്റീനെ കൺട്രോൾ ചെയ്യുക. അതുപോലെ ഈ ഒരു നമ്മുടെ സീഡ് ആക്ടിന്റെ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ആ സീഡ് എൻഫോഴ്സ്മെന്റ് ചെയ്യുന്നത് ആരാണ്? സീഡ് ഇൻസ്പെക്ടർ ആണ്. അപ്പൊ നമ്മൾ സീഡ് സർട്ടിഫിക്കേഷനിൽ നമ്മൾ സീഡ് സർട്ടിഫിക്കേഷൻ ഓഫീസർ പറഞ്ഞു. അദ്ദേഹമാണ് അവിടെ പോയിട്ട് ഫീൽഡ് ഇൻസ്പെക്ട് ചെയ്യുന്നതും അതുപോലെ അവിടുന്ന് സാമ്പിൾസ് എടുത്തുകൊണ്ട് സീഡ് ടെസ്റ്റിംഗ് ലാബിലേക്ക് അയക്കുന്നതും ഒക്കെ ചെയ്യുന്നത് സീഡ് സർട്ടിഫിക്കേഷൻ ഓഫീസറാണ്. അപ്പൊ ഈ സീഡ് ആക്ടിന്റെ എൻഫോഴ്സ്മെന്റിൽ വരുന്നത് സീഡ് ഇൻസ്പെക്ടർ ആണ്. അദ്ദേഹത്തിനാണ് ഈ ഒരു മൊത്തം ലോയുടെ എൻഫോഴ്സ്മെന്റ് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് സീഡ് ഇൻസ്പെക്ടർ ആണ്. ഒരു പബ്ലിക് സെർവന്റ് ആയിരിക്കും. അദ്ദേഹത്തിന് എന്തൊക്കെയാണ് പവർ ഉള്ളത്? അവിടുത്തെ റെക്കോർഡ്സ്, രജിസ്റ്റേർഡ് ഡോക്യുമെന്റ്സ്, ഒരു സീഡ് ഡീലറിന്റെ അടുത്തുള്ള എല്ലാ റെക്കോർഡ്സും രജിസ്റ്റേർഡ് ഡോക്യുമെന്റ്സും ഒക്കെ എപ്പോ വേണമെങ്കിലും പരിശോധിക്കാനുള്ള അധികാരമുണ്ട്. അതുപോലെ തന്നെ സ്റ്റോപ്പ് സെയിൽ, അതായത് ആ കച്ചവടം തന്നെ നിർത്തിവെക്കാനുള്ള ഒരു അധികാരമുണ്ട് ഇൻ കേസ് ദ സീഡ് ഈസ് കൺട്രവൻസ് ദ പ്രൊവിഷൻ ഓഫ് റെലവെന്റ് ആക്ട്. അതായത് ആക്ടിൽ പറഞ്ഞ പ്രകാരമല്ല. ഇപ്പൊ ഒരു പാഡിയുടെ സീഡ്സ് ആണ് അയാൾ വിൽക്കുന്നതെന്ന് വിചാരിക്കും ഒരു ഡീലർ. ബട്ട് അതിനൊരു സാമ്പിൾ എടുത്ത് അയച്ചു നോക്കുമ്പോൾ അതിനകത്ത് ആ ഒരു ജെർമിനേഷൻ പെർസെന്റേജോ അല്ലെങ്കിൽ അതിന്റെ ഫിസിക്കൽ പ്യൂരിറ്റിയോ ഒന്നും അത് മീറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ സീഡ് ഇൻസ്പെക്ടർക്ക് അവിടെ വെച്ചിട്ട് ഈ ഒരു സെയിൽ തടഞ്ഞു നിർത്താനും സ്റ്റോപ്പ് ചെയ്യാനും ഒക്കെ ഉള്ള പവർ ഉണ്ട്. സോ സീഡ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റ് ഓർത്തിരിക്കുക. അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് നമ്മൾ സെക്ഷൻ 13 എന്നുള്ളതും കൂടി ഒന്ന് ഓർത്തിരിക്കുക. ആ ഒരു സീഡ് ഇൻസ്പെക്ടറിന്റെ പവറും അവരുടെ ജൂറിസ്ഡിക്ഷനും കാര്യങ്ങളൊക്കെ പറയുന്നത് സെക്ഷൻ 13 കൂടി ഓർത്തിരിക്കുക. സോ ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് സീഡ് ആക്ടിനെ കുറിച്ച് പറയാനുള്ളത്. ദെൻ സീഡ് ആക്ട് 1966 വന്നതിന് ശേഷം എന്ത് ചെയ്തു? കുറെ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസും ഏജൻസീസും എസ്റ്റാബ്ലിഷ് ചെയ്തു ഈ ഒരു സീഡ് ആക്ട് കീഴിൽ. അപ്പൊ അത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. Statutory bodies and agencies established in India under the Seed Act 1966. ഫസ്റ്റ് ആൻഡ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് സെൻട്രൽ സീഡ് കമ്മിറ്റി എന്ന് പറയുന്നത്. CSC എന്ന് പറയും, സെൻട്രൽ സീഡ് കമ്മിറ്റി. ഇവര് എന്താണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇവരുടെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് അഡ്വൈസ് ചെയ്യാന്നുള്ളതാണ്. സെൻട്രൽ ഗവൺമെന്റിന് എന്തിനൊക്കെ കാര്യത്തിലാണ് അഡ്വൈസ് ചെയ്യുന്നത്? അഡ്മിനിസ്ട്രേഷൻ ഓഫ് സീഡ് ആക്ട്, നമ്മുടെ ഈ സീഡ് ആക്ട് 1966 മൊത്തത്തിലുള്ള ഒരു അഡ്മിനിസ്ട്രേഷന്റെ കാര്യങ്ങളിലും എനി അതർ മാറ്റർ റിലേറ്റഡ് ടു സീഡ്സ്, അതായത് ഒരു സീഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും സെൻട്രൽ ഗവൺമെന്റിനെ അഡ്വൈസ് ചെയ്യാനുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യാണ് സെൻട്രൽ സീഡ് കമ്മിറ്റി. സെൻട്രൽ എന്ന് പറയുമ്പോൾ തന്നെ അവര് സെൻട്രൽ ആയിട്ടുള്ള ഏജൻസിയാണ്. സോ സെൻട്രൽ ഗവൺമെന്റിന് സീഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതും സീഡ് ആക്ടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതുമായ എല്ലാ കാര്യങ്ങൾക്കും അഡ്വൈസുകൾ കൊടുക്കുക എന്നുള്ളതാണ് ഇവരുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് സെൻട്രൽ സീഡ് കമ്മിറ്റിക്ക് ഒരു ചെയർമാൻ ഉണ്ടാവും, 2 റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള സീഡ് ഗ്രോവേഴ്സ്, ദെൻ 8 നോമിനീസ് ഫ്രം സെൻട്രൽ ഗവൺമെന്റ് ആൻഡ് 1 റെപ്രസെന്റേറ്റീവ് ഫ്രം സ്റ്റേറ്റ് ഗവൺമെന്റ്. ഇത്രയും പേരടങ്ങുന്നതാണ് സെൻട്രൽ സീഡ് കമ്മിറ്റി എന്ന് പറയുന്നത്. സോ ഇവർക്ക് മെയിൻ ആയിട്ടും പ്രത്യേകിച്ച് ഫങ്ഷൻസ്, നേരിട്ടുള്ള ഫങ്ഷൻസ് അല്ല, കുറെ കാര്യങ്ങളിൽ അഡ്വൈസ് കൊടുക്കുക എന്നുള്ളതാണ് സെൻട്രൽ ഗവൺമെന്റിന് ഇവരുടെ മെയിൻ ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത്. സീഡ് ആക്ടിന്റെ അഡ്മിനിസ്ട്രേഷൻ ആവട്ടെ അല്ലെങ്കിൽ സീഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഏതൊരു പ്രശ്നമാണെങ്കിലും അതിൽ സെൻട്രൽ ഗവൺമെന്റിന് അഡ്വൈസ് കൊടുക്കുക എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത്. ദെൻ സെൻട്രൽ സീഡ് കമ്മിറ്റിയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഫങ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു സെൻട്രൽ ഗവൺമെന്റിന് മാത്രമല്ല സ്റ്റേറ്റ് ഗവൺമെന്റിനാണെങ്കിലും സെൻട്രൽ ഗവൺമെന്റിനാണെങ്കിലും സീഡുമായി മാറ്റർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ സീഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ മാറ്റേഴ്സിലും അഡ്വൈസ് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇവരുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ. അതുപോലെ തന്നെ നമ്മുടെ നോട്ടിഫിക്കേഷൻ ഓഫ് വെറൈറ്റീസ്, അതായത് പുതിയതായിട്ട് ICR ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്നോ അല്ലെങ്കിൽ സ്റ്റേറ്റ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റികളിൽ നിന്നൊക്കെ പുതിയതായിട്ട് വെറൈറ്റീസ് റിലീസ് ചെയ്യുകയാണെങ്കിൽ അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളിലും ഗവൺമെന്റിന് അഡ്വൈസ് കൊടുക്കുന്നത് സെൻട്രൽ സീഡ് കമ്മിറ്റിയാണ്. ദെൻ ഓൾസോ നമ്മൾ പറഞ്ഞു ഓരോ ക്രോപ്പിനും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ജെർമിനേഷൻ പെർസെന്റേജ്, അവരുടെ ഫിസിക്കൽ പ്യൂരിറ്റി, ജനറ്റിക് പ്യൂരിറ്റി, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഒരു മിനിമം ലിമിറ്റ് എത്രയാണെന്നുള്ളത് വെക്കുന്നതും അതുപോലെ തന്നെ അതിന്റെ കാര്യങ്ങളിൽ ഗവൺമെന്റിന് അഡ്വൈസ് കൊടുക്കുന്നതും
സെൻട്രൽ സീഡ് കമ്മിറ്റിയാണ്. ദെൻ നമ്മൾ പറഞ്ഞു സീഡ് സർട്ടിഫിക്കേഷൻ ഇമ്പോർട്ടന്റ് ആണ്. സീഡ് സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ആ സീഡ് സർട്ടിഫിക്കേഷന്റെ പ്രൊസീജിയേഴ്സ് റെക്കമെൻഡ് ചെയ്യുന്നത് സീഡ് സർട്ടിഫിക്കേഷൻ ഏജൻസിനെക്കാട്ടിലും അപെക്സിൽ ഏറ്റവും അപെക്സ് ബോഡി എന്ന് പറയുന്നതാണ് സെൻട്രൽ സീഡ് കമ്മിറ്റി എന്ന് പറയുന്നത്. സോ സീഡ് സർട്ടിഫിക്കേഷന്റെ പ്രൊസീജിയേഴ്സിനെ റെക്കമെൻഡ് ചെയ്യുന്നതും ആരാണ്? സെൻട്രൽ സീഡ് കമ്മിറ്റിയാണ്. ആൻഡ് ഓൾസോ നമ്മൾ പറഞ്ഞു സീഡ് സർട്ടിഫിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ഫസ്റ്റ് രജിസ്റ്റർ ചെയ്യുമ്പോൾ ഒരു ഫീ അടക്കണം, അതുപോലത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതുപോലെ സീഡ് ടെസ്റ്റിംഗ് ലബോറട്ടറീസിലാണെങ്കിലും സർട്ടിഫിക്കേഷൻ ഏജൻസിയിലാണെങ്കിലും ഒക്കെ ചെറിയ ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ റെക്കമെൻഡ് ചെയ്യുന്നതും ആരാണ്? സെൻട്രൽ സീഡ് കമ്മിറ്റിയാണ്. ദെൻ നമുക്ക് സീഡ് ടെസ്റ്റിംഗ് ലബോറട്ടറീസ് നമുക്കറിയാം, കുറേയധികം സീഡ് ടെസ്റ്റിംഗ് ലബോറട്ടറീസ് ഓൾ ഓവർ ഇന്ത്യ ഉണ്ട്. ഇനി പുതിയതായിട്ടൊന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്നുണ്ടെങ്കിലും അതിന്റെ സ്യൂട്ടബിലിറ്റിയും അതിന്റെ കാര്യങ്ങളൊക്കെ അതിനെ കുറിച്ചിട്ടുള്ള അഡ്വൈസ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റിന് കൊടുക്കുന്നതും സെൻട്രൽ സീഡ് കമ്മിറ്റിയാണ്. ആൻഡ് ഫൈനലി സീഡ് ആക്ടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഒരു ക്ലാരിഫിക്കേഷൻ സജസ്റ്റ് ചെയ്യുന്നതും ആര് തന്നെയാണ്? സെൻട്രൽ സീഡ് കമ്മിറ്റിയാണ്. സോ മെയിൻലി എന്താണ്, നമ്മുടെ സീഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഇമ്പോർട്ടന്റ് കാര്യങ്ങളിലും, സീഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഇമ്പോർട്ടന്റ് കാര്യങ്ങളിലും ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിനാണെങ്കിലും സെൻട്രൽ ഗവൺമെന്റിനാണെങ്കിലും ഒരു അഡ്വൈസ് കൊടുക്കുന്നതും അതുപോലെ ഉള്ള എല്ലാ കാര്യങ്ങൾക്കും ഒരു അപെക്സ് ബോഡി ആയിട്ട് ആക്ട് ചെയ്യുന്നതും ആരാണ്? സെൻട്രൽ സീഡ് കമ്മിറ്റിയാണ്. സോ ഇത്രയാണ് സെൻട്രൽ സീഡ് കമ്മിറ്റിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. മെയിൻ ആയിട്ടും എന്താണ്, സീഡ് ആക്ടിന്റെ അഡ്മിനിസ്ട്രേഷനും അതുപോലെ തന്നെ സീഡുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ മാറ്റേഴ്സിന്റെയും ഒരു ഡീലിംഗും അതിനു വേണ്ടിയിട്ട് സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെന്റിന് അഡ്വൈസ് ചെയ്യാന്നുള്ളതാണ് ഇവരുടെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ ഇതൊക്കെ അവരുടെ കുറച്ച് ഫങ്ഷൻസ് ആണ്.